ഹലോ ഗേസ്, ഇന്നലെ ഞാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഡ്യൂട്ടിയും കഴിഞ്ഞെത്തിയത്. ഹോസ്പിറ്റലിൽ കയറണമായിരുന്നു. അങ്ങനെ എന്നെ നോക്കിയിരിക്കുന്ന ഇരിപ്പാണിത്. കുഞ്ഞമ്മേ അമ്മ എന്താ വരാത്തേ, കുഞ്ഞമ്മേ അമ്മ എന്താ വരാത്തേന്ന് ചോദിച്ചിരിക്കുവാണ്. എന്നെ തന്നെ ഒരു 10 വട്ടം വിളിച്ചു. അമ്മ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വരുന്ന കാണുമ്പോൾ അവളിവിടെ തുള്ളിച്ചാടുവാണ്. അമ്മ വന്നേ, അമ്മ മുട്ടായി കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ മഴയത്തിറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ സാധാരണ ഞാനിങ്ങനെ വന്നു കഴിയുമ്പോൾ അവളെയും കൂടെ വെച്ചോണ്ടാണ് വണ്ടി വെക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല കേട്ടോ. അന്നേരം എന്നോട് പറയാം ഞാനും ഇറങ്ങട്ടെ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ തന്നെ നിന്നാൽ വന്ന്. അപ്പം മുട്ടായി കൊണ്ടുവന്നോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എന്നോട് കിറ്റ്കാറ്റാണ് പറഞ്ഞത്. ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് മഞ്ചും. അന്നേരം ഞാൻ മഞ്ചു കൊടുത്തപ്പോൾ എന്നോട് പറയാ എന്നെ പറ്റിച്ചല്ലയോ എന്ന്. അന്നേരം അനിയത്തി പറഞ്ഞു അങ്ങനെ പറയല്ലേ, അമ്മ പാവമല്ലേ, ഒരു ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന ഉമ്മയാണേ അത്. പിന്നെ ആ കിറ്റ്കാറ്റ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ നിന്ന് ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കടയിൽ കിറ്റ്കാറ്റ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അത് മനസ്സിലാക്കി അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാൻ അനിയത്തിക്കൂടെ ഒരു മഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആളാ തിന്നപ്പോൾ ആളോട് പറയാം എനിക്കൊരു രൂപ തന്നില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയറിച്ചിരുന്നാണ് ഈ മഞ്ച് തിന്നുകൊണ്ടിരുന്നത്. ഇത് ഇന്നലെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് നിറയെ ഐസായതുകൊണ്ട് അതിൻ്റെ സ്പീഡ് ഇച്ചിരി കുറച്ചിട്ടു. അന്നേരത്തേക്ക് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടടാ ഐസ് മൊത്തം മെൽറ്റായി ഫ്രിഡ്ജിനകത്ത് നിന്ന് താഴത്തോട്ട് വെള്ളം ഒലിക്കാൻ തുടങ്ങി. അത് പിന്നെ ഞാൻ വന്ന പാടെ എന്തായാലും നനഞ്ഞിട്ടാണ് വന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു അതങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന്. ആ ഐസ് ഇത്രയും പറക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മേ നല്ല തണുപ്പുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആ താഴെ കിടന്ന വെള്ളം എല്ലാം തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു വേഗം അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച ഐസിൻ്റെ വെള്ളം എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.